ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ആക്ച്വലി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ റിവ്യൂ ചെയ്യാനായിട്ട്. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് ഒൺ ബൈ ഒന്നായിട്ട് നമുക്ക് പറയാം. കാലത്ത് തന്നെ വേക്കപ്പ് കോള് ആൻഡ് അത് കുറച്ച് ഏർലി ആകുന്നു. ഞങ്ങളൊക്കെ ലേറ്റായി, ഐ മീൻ കുറച്ച് ലേറ്റായിട്ടാണല്ലോ സാധാരണ അവിടുത്തെ ഇതൊക്കെ തുടങ്ങുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടാണ്. ആ ഫസ്റ്റ് എപ്പിസോഡ് നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഫസ്റ്റ് പോർഷൻ നമുക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ നടന്നതെന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് എന്തായിരുന്നു നടന്നതെന്നുള്ളത്. കുറേ പേരൊക്കെ എടുത്തിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ കിട്ടി എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിവേ ഈ ഒരു വിഷയത്തിൽ ഇന്നത്തെ ഒരു ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു എപ്പിസോഡായിട്ട് ഞാൻ പറയും. രണ്ടാമത്തെ കാര്യം, ഒരു ചെറിയ കൺഫ്യൂഷൻ പോലും കണ്ണുകളിലില്ലാതെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ കൃത്യമായി പറഞ്ഞു കൊടുത്തത് ഷാനവാസാണ്. സോ ഇതിനകത്ത് സാധാരണ നടക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ഉള്ള ആൾക്കാർ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ പറയുന്നത് ഞങ്ങളുടെ സീസണിൽ ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ സീസണിൽ അങ്ങനെയായിരുന്നു എന്ന്. അല്ല, ഈച്ച് ആൻഡ് എവറി സീസണിൽ പറയുന്ന സെയിം ഡയലോഗാണിത്. അങ്ങനെ ഒരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. അത് മോഹൻലാലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ സീസണിനെ വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഫാർ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഫേക്കൊക്കെ കുറഞ്ഞ ആൾക്കാർ, അതായത് ഫേക്കോളികൾ കുറവുള്ള ഒരു എപ്പിസോഡ് ആണ് എന്ന് പറയാം. ഐ മീൻ ഒരു സീസൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ലക്ഷ്മി ടെററാണ്. ലക്ഷ്മി, അഭിലാഷ്, ഷാനവാസ്, അനീഷ്, ഓ മൈ ഗോഡ്, ഒരാളെന്നല്ല ഒത്തിരി, ഓരോരുത്തർ ഈച്ച് ഓൺ ബൈ ഓൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ബോട്ടം ലൈനിൽ നിന്നാണ്. കുറേ കൂടെ കുറച്ച് കോമൺ പീപ്പിൾ ആണെന്ന് തോന്നുന്നു. ഒത്തിരി ഹൈ ഇതൊന്നും എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ അടിമയായി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് സ്ട്രെങ്ത് ഉള്ള, അതായത് സെൽഫ് മെയ്ഡ് ആൾക്കാരാണ് അധികമെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ ഡെപ്തിൽ അറിയത്തില്ല, ബട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, തുടക്കം തന്നെ കാലത്തെ വെളുപ്പിന് രാവിലെ 4 മണിക്ക് അങ്ങോട്ട് വിളിച്ചോണത്തിന്നൊക്കെയാണ് അറിയുന്നത്. ഏർലി വേക്കപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ലേസി അടിച്ചിരിക്കുമ്പോഴത്തേക്കും എല്ലാവരുടെ അടുത്തേക്കും വീണ്ടും ക്യാരക്ടറിലേക്ക് കയറൂ എന്ന് പറയണം. ആ പോയിന്റ് വളരെ വാല്യുബിൾ ആണ്. നിങ്ങൾ ക്യാരക്ടറിലേക്ക് കയറൂ എന്ന്. അതിന് മുമ്പ് ക്യാരക്ടർ കയറേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആ ഒരു അനൗൺസിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് റിയാസ് ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാകുന്നില്ല. റിയാസിനെ ബൂസ്റ്റ് ചെയ്ത് ആദിലയും റെണ ഫാത്തിമയുമാണ് ഏറ്റവും കൂടുതൽ സ്ക്രൂ വെച്ച് കൊടുത്തത്. നെവീന് ഒബിയസ്ലി അവനിക്ക് ഏർപ്പെട്ട ആ അഭിമാന ക്ഷതം അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം പകയോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ് നെവീൻ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി കേട്ടോ. അത്ര വൃത്തികെട്ടവനാണ് അവൻ. ഒരു എൻ്റർടൈനർ ആണെന്നുള്ളതൊക്കെ ഓക്കെയാണ്, പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അവൻ്റെ ഉള്ളിലുള്ള ആ പക, അതിൻ്റെ വീര്യം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നെവീൻ്റെ വിഷയം വരാനുള്ള ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ വേക്കപ്പ് ആയിരിക്കും നമ്മുടെ റിയാസിൻ്റെ അടുത്തേക്ക്. അവർ ഗസ്റ്റ് ആണല്ലോ, അപ്പോൾ ഗസ്റ്റിൻ്റെ അടുത്തേക്ക് ആളുകൾ എൻ്റർടൈൻ വിടുകയാണ്. അനീഷാണ് എൻ്റർടൈനർ. ഓർത്ത് നോക്കണം, അവരുടെ ആ സെക്ഷനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഇതാണ്. നിങ്ങൾ ഗോസിപ്പ് പറയുന്നത്, അത് ശോഭയെ കോപ്പി അടിച്ചതാണ്. ശോഭ അങ്ങനെയാണ് ഒരാളെ വിളിച്ചിട്ട് ഗോസിപ്പ് പറയൂ എന്ന് പറയുന്നത്. അത് കോപ്പി അടിച്ചതാണെങ്കിൽ പോലും വേസ്റ്റ് പരിപാടിയായിപ്പോയി. ഗോസിപ്പ് പറയുന്നതിന് പകരം പ്ലാച്ചിയെ പറ്റിയും പ്ലിങ് എന്ന് അയാൾ വിളിക്കുന്നതിനെ പറ്റിയൊക്കെ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതല്ല ശരിക്കുള്ള ഗോസിപ്പ് പറയൂ എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് യഥാർത്ഥ സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇവർക്ക് ഈ പറയുന്ന ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പം 4 പേര് അതിനകത്തുണ്ട്. നെവീൻ, റിയാസ്, ആദില, നൂറ. അപ്പം ഇത്രയും പേര് അവിടെ ഉള്ളപ്പം ഈ ഷാനവാസ് ഇങ്ങനെ ഒരു അലിഗേഷൻ വെച്ചിട്ടുണ്ട് എന്ന് ആക്കിക്കൊണ്ടാണ് അനീഷ് അത് പറയുന്നത്. അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടു റിയാസിൻ്റെ അടപടലം അണ്ണാക്കിൽ പിരിവെട്ടി കയറിയിരിക്കുന്നതാണ് അടുത്ത സീൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ഷാനവാസിനെ ഒന്ന് അടിച്ചൊതുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉത്സാഹത്തിലാണ് ചാടി ഇറങ്ങുന്നത്. അതിന് റെണ ഫാത്തിമയും നെവീനും കൂടെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നു. സാധനങ്ങളൊക്കെ വാരി വലിച്ചെറിയുന്നു. നെവീൻ കാണിച്ചതൊക്കെ അട്ടർ നോൺസെൻസ് ആണ്. വെറും വൃത്തികെട്ട പരിപാടിയാണ് നെവീൻ അതിനകത്ത് കാണിക്കുന്നത്. ഷാനവാസിൻ്റെ അടുത്ത് ബെഡ് ക്ലീൻ ചെയ്യാനും എല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെക്കാനും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഷാനവാസ് പറയും എനിക്ക് സമയമെടുക്കും എന്ന് പറയുമ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട്, അതായത് ലക്ഷ്മിയെ വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്, വേദലക്ഷ്മി നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കൂ എന്ന്. വേദലക്ഷ്മി പോയി പറയുമ്പോൾ കൺവിൻസിങ് ആയ മറുപടിയാണ് ഷാനവാസ് പറയണം. ഞാൻ യൂണിഫോം ഇട്ടില്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടേ എനിക്ക് യൂണിഫോം ഇടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിഫോം ഇടാതെ അയാൾ ഡ്യൂട്ടി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അത് അനുമോള് പറയുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പറയുന്നുണ്ട്. അക്ബർ വന്ന് നല്ലപോലെ മാനിപ്പുലേറ്റ് ചെയ്യാനും നല്ലപോലെ അനുമോളെ ഒന്ന് കുത്തി ഇളക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആദിലയും ശ്രമിക്കുന്നുണ്ട്. ആദിലെ മുഖമൊക്കെ പിടിച്ച് മാറ്റിയിട്ട് പോലും അനു സ്ട്രോങ് ആയിട്ട് അക്ബറിൻ്റെ ഒപ്പം നിന്നു. അക്ബറിൻ്റെ ആ വിഷമം, അക്ബറിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് അനുമോളിനാണ് ഏറ്റവും വിഷമം തോന്നിയെന്ന് എനിക്ക് തോന്നി. അത്രത്തോളം പറയുന്നുണ്ട്. അനുമോളെ മാറ്റിയെടുക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇവരൊക്കെ. അതിൽ എന്നൊക്കെ പറയില്ല അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു നിലയുണ്ടല്ലോ. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് പിന്നെ അവിടെ കുപ്പ എടുത്തു കൊണ്ടുവന്ന് ആ വീട്ടിലേക്ക് അങ്ങ് തട്ടുകയാണ്. ഒരു ഗസ്റ്റ് അങ്ങനെ ചെയ്യുമോ? എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത്? ആക്ച്വലി അതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ഗസ്റ്റിനോട് ചോദിക്കേണ്ടത് ആ പിള്ളേരായിരുന്നു. ആര്? ലക്ഷ്മി ചോദിക്കണമായിരുന്നു, അക്ബർ ചോദിക്കണമായിരുന്നു, അനുവിനും ചോദിക്കാമായിരുന്നു.
അതേപോലെ റെന ഫാത്തിമ അവർക്കൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ സെർവൻറ്റിനെ അടിക്കാനായിട്ട് നിൽക്കുന്നത്. ഈ ലേബർ ക്ലാസ് ആണെങ്കിൽ പോലും അവർ നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരല്ലേ. ആ സ്ഥാപനത്തിൻ്റെ ഒരു ഇത് നശിപ്പിക്കുന്ന ഒരു ടൈമിൽ ഒരുത്തൻ പെട്ടെന്ന് വന്ന് ചെയ്താൽ അവനെതിരെയല്ലേ നിങ്ങളെല്ലാവരും സംഘടിച്ച് നിൽക്കേണ്ടത്. പകരം ഷാനവാസിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ഭയങ്കര ശ്രമം നടത്തുന്നതാണ് കണ്ടത്. തോറ്റു തുന്നം പാടി എന്നുള്ളതാണ് ഷാനവാസിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പ്. അതിന് മുമ്പ് ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് റിയാസ് കിച്ചണിൽ പോയിട്ട് ഒരു കുറ്റം പറിച്ചിട്ടുണ്ട്. ഡേറ്റി ഞാൻ എവിടെ ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഡേഡ്നെസ് ഒന്നുമില്ലടാ, ഒരു കണ്ണാടി നോക്കിയാൽ മാറാവുന്നതേ ഉള്ളൂ. നീയാണ് അവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു കീടാണു. ആ നീ എന്ന കീടാണു അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ അവിടെ ക്ലീനായി എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഏതായാലും റെനയും ബിന്നിയും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണെന്നുള്ളത് ഈ ഒരു മുഴുനീള എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അനീഷിൻ്റെ അടുത്ത് ചോദിച്ചതിൽ നല്ല പോലെ അനീഷ് പറഞ്ഞ ഈ ഒരു പിന്നെ നെവിനെ പറ്റിയിട്ടുള്ള ആ ഒരു സ്റ്റോറി, നെവിൻ ഇങ്ങനെ പേഴ്സണലി ഒരുപാട് ടച്ച് ചെയ്യുന്നു അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ശരിക്കും ചമ്മുന്ന മുഖം റിയാസിൻ്റെതാണ്. റിയാസ് ശരിക്കും ചമ്മുന്നുണ്ട്. റിയാസിൻ്റെ ഫേസിൽ അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെയാണ് ആദിലയും ബാക്കിയുള്ളവരും കൂടെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ശരി ഷാനവാസിനെ കടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുന്നു. ഷാനവാസ് ഇത് പില്ലി വില എന്നുള്ളത് ജോലി ഉപേക്ഷിക്കുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ട് അതിനെതിരായിട്ട് നിൽക്കുന്നു. സത്യത്തിൽ ഷാനവാസ് അവിടെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അക്ബറായിരുന്നു ശരിക്കും റിയാക്ട് ചെയ്യേണ്ടത്. തൻ്റെ സ്റ്റാഫിനെ, തൻ്റെ സ്റ്റാഫ് തന്നെയാണ്. ഓണർ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉത്തരവാദിത്തം അവിടുത്തെ മാനേജർമാർക്കാണ്. അവർക്ക് മനസ്സിലാകാത്ത തക്കവണ്ണം പ്രശ്നം. ഇത് വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ അങ്ങനെ ഒരു ബാഡ് വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നീങ്ങിയിരിക്കാൻ പറയണം. അതുമല്ല നമ്മുടെ സ്റ്റാഫുകളെ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഇൻസൾട്ട് ചെയ്താൽ നമ്മളത് അനുഭവിച്ചു കൊടുക്കരുത്. ആ ബോധം പോലും ഇല്ലാതെ എന്തൊക്കെയാണ് നടക്കണേന്നൊന്നും അറിയാൻ വയ്യ. ഏതായാലും ഷാനവാസിൻ്റെ തലയിൽ കയറിയതിൽ നല്ല പോലെ കിട്ടി. പിന്നെ ഗസ്റ്റിന് ഇമ്പോർട്ടൻസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിക്കും റിയാസ് ചമ്മി നാറി നശകൊശയായിട്ടാണ് ഇന്ന് അവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അനുമോളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ നെവീൻ സപ്പോർട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. നെവീന് ഷാനവാസ് ആ ഒരു ഇല അതിൻ്റെ ഇതല്ല. നെവീന് മറ്റേ പ്രശ്നമാണ്. അത് നെവീന് അവസാന ഘട്ടത്തിലാണ് മനസ്സിലാകുന്നത്. ഷാനവാസ് മാത്രമല്ല അങ്ങനെ ഒരു അലിഗേഷൻ പുറപ്പെടുവിച്ചു. അതിലാണ് നെവീനാകെ തകർന്നിട്ടുണ്ട് കേട്ടോ. അതവൻ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ആക്ച്വലി അവിടെ 2 പേർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ആദില കൈയൊഴിയും. നെവീൻ്റെ ഷാനവാസിൻ്റെ തലയിലേക്ക് കൊണ്ടിട്ട് കൊടുക്കും. ആദില വേറൊരു കച്ചറ കൂറ സ്ത്രീയാണെന്നുള്ളത് തെളിവാണ്. കാരണം പിന്നെ നീ അനീഷ് ഷാനവാസിന് വേണ്ടി സപ്പോർട്ട് പറയുമ്പം അനീഷിനോട് ആദില പറയുന്നൊരു ഡയലോഗുണ്ട്, അവിടുന്ന് എഴുന്നേക്ക് മാറ്, നീ അവൻ്റെ കൂടെ ഇരുന്നാൽ നീ ചീത്തയായി പോകുന്നു. എടി മോളെ, ഈ വർത്തമാനം പറയേണ്ട ഒരു മനുഷ്യരുണ്ട്. അവർ അത് പറഞ്ഞിട്ടുമുണ്ട്. നിന്റെ കൂടെ ജീവിക്കാൻ വന്നത് കൊണ്ടാണ് ആ നൂറയ്ക്ക് പലത് നഷ്ടപ്പെട്ടത്. നിന്റെ കൂടെ ഇരിക്കുന്ന നീ എന്ന കീടത്തിൻ്റെ കൂടെ ജീവിക്കുന്നുകൊണ്ടാണ് ആ പെൺകുട്ടി ആ വേദന അനുഭവിക്കുന്നതും അതിൻ്റെ പേരൻസിനെ വിട്ടത് മാറി നിൽക്കുന്നതും. എല്ലാ ഇൻ്റർവ്യൂസിലും ഇരുന്നു കൊണ്ട് അതിൻ്റെ പേരൻസിനെ തെറി വിളിക്കുന്ന നീ എന്ന കീടം ആണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഏറ്റവും വലിയ മൃഗവും കീടവും. അത് ശരിക്കും അനീഷിനത് പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടാണ്. എനിവേ ഏതായാലും പൊളിച്ച് തകർത്ത് കിടു ഒന്നും പറയാനില്ല. ഷാനവാസ് അമ്മാതിരി കൊടുപ്പാണ് റിയാസിന് കൊടുക്കുന്നത്. ആൻഡ് ഞങ്ങൾക്ക് എന്തോ പ്രിവിലേജ് ഉണ്ട്, ഞങ്ങളെന്തോ ഭയങ്കര സംഭവങ്ങളാണ്, പുറത്തുള്ള കൃമികൾ കീടങ്ങൾ എന്നൊക്കെ പറഞ്ഞ റിയാസിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ കാണാറുണ്ട് കുറേ എണ്ണത്തിൻ്റെ ബസ് സ്റ്റാൻഡിലും പാലത്തിൻ്റെ അടിയിലും ഒക്കെ നിൽക്കുന്നത്. പാലത്തിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞതാ, അങ്ങേര് പറഞ്ഞത് ബസ് സ്റ്റാൻഡിലും ഒക്കെ ബസ്സിലും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കറക്റ്റാണത്. ഞങ്ങളും കണ്ടിട്ടുണ്ട് ഇതുപോലെ കുറേ എണ്ണത്തിനെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നിൻ്റെ അടുത്തൊക്കെ ഒരു അല്പം സിമ്പതി ഉണ്ടായിരുന്നു, അതങ്ങ് തീർന്നു. അത്രയ്ക്കുണ്ട് അവിടെ കടന്നു ഞകളിച്ച 4 എണ്ണവും കൂടെ. അതിൽ നൂറയില്ല കേട്ടാ, നൂറ മാറിയാണ് നിൽക്കുന്നത്. നൂറ ഇല്ല, അതാണ് സത്യം. നൂറ ആണെങ്കിൽ ഇവരെയൊക്കെ പറയുമ്പോൾ നൂറയ്ക്ക് ആ വേദന വരും. നൂറ അല്ല അത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നൂറ ഇതിലില്ല. ഇവിടെ 3 എണ്ണേ ഉള്ളൂ. 1 ആദില, 1 നെവീൻ, 2 റിയാസ്. ഈ 3 എണ്ണം മാത്രമാണ് അവിടെ ഉള്ളത് ഈ വൃത്തികെട്ടത്. പിന്നെ സ്റ്റാർ അഴിച്ചു വെക്കാനായിട്ട് പറയുന്നുണ്ട്. അവസാനം ഇയാളെ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പാരമ്യതയിലാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. ആദില പറയണത് വേസ്റ്റ് വരാനാണ് നിന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്ത് ധാഷ്ട്യമാണ്. ഇവരുടെ ഒരു കോമൺ ലാംഗ്വേജ് ആണ്. നിങ്ങൾ കക്കൂസ് ടീം ക്യാപ്റ്റൻ എന്താടി ഈ കക്കൂസിൽ നീ പോവാറില്ലേ? നിനക്കൊന്നും കക്കൂസ് എന്ന് പറയുന്നത് എന്താ അത്ര കുഴപ്പമുള്ള സ്ഥലമാണ്? കക്കൂസ് കണ്ടിട്ടില്ലേ? കക്കൂസ് കഴുകുന്നൊരു ബുദ്ധിമുട്ടാണ്. നിൻ്റെയൊക്കെ വീട്ടിൽ നിൻ്റെയൊക്കെ ഉമ്മ ആയിരിക്കുമല്ലോ കക്കൂസ് കഴുകുന്നത്. അതുകൊണ്ട് നീയൊക്കെ നിൻ്റെ ഉമ്മയൊന്നും ഉമ്മ എന്ന് വിളിക്കത്തില്ലേ? കക്കൂസ് എന്നാണോ വിളിക്കുന്നത്? ഇവളൊക്കെ കക്കൂസിന് ജനിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വർത്തമാനങ്ങളൊക്കെ ഏതായാലും ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഷാനവാസിനെ ഇൻസൾട്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇൻസൾട്ട് ചെയ്തിട്ടാണ് പുള്ളി അങ്ങനെ ഒരു കാര്യം പറഞ്ഞ അവസാനം അയാളെ പിരിച്ചു വിടുന്ന ഒരു ടൈമിലേക്ക് വന്നത്. അനു ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. അനുമോള് മാക്സിമം ഷാനവാസിനെ അടക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഒരു ഭാഗത്ത് അനുവിൻ്റെ വാക്ക് കുറച്ച് ഓവർ ആകുമ്പോൾ പോലും ഷാനവാസ് അനുവിനെ കൺവിൻസ് ചെയ്യാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കൂ എന്നുള്ള ഒരു ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലക്ഷ്മിയുടെ മാറ്റം ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. ഇത്രയും ഇൻസൾട്ട് ചെയ്ത റിയാസിന് 2 കിട്ടട്ടെ എന്നെങ്കിലും വിചാരിക്കണമായിരുന്നു. പകരം ഷാനവാസിനെ കൊണ്ട് സോറി പറയിക്കാൻ ലക്ഷ്മി ശ്രമിക്കുമ്പോൾ ലക്ഷ്മിക്ക് പഴയത് മറന്നുപോയി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും ഇന്നലെ കൊടുത്ത റെസ്പെക്റ്റ് ഇന്ന് ലക്ഷ്മിക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അനീഷ് പറയുന്ന ഒരു കാര്യമാണ് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. വൃത്തികെട്ട ഗസ്റ്റ്, വൃത്തികേട് മാറ്റി, അതായത് ടിറ്റ് ഫോർ ടാറ്റ്. ഇവരെന്ത് പറയണു അവരെന്ത് പറയണു അതിന് കറക്റ്റായിട്ട് അനൗൺസ് കൊടുക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ആരും മിസ് ചെയ്യാതെ എപ്പിസോഡ് കാണുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ പോയി കാണുക. അത്രയ്ക്കുണ്ട്. നല്ല നയന വിരുന്ന് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് ഞാൻ പറയാം. അത്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നലെയും ഞാൻ നോക്കുക നമ്മൾ അനുഭവിച്ച ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഒരു വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതിന് ശരിക്കൊരു മറുമരുന്നാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് ഞാൻ പറയും. പിന്നെ നെവിൻ്റെ രണ്ടാമത് ബെഡ്ഷീറ്റ് എടുത്ത് കളയുന്നത് പോരാതെ ആദിലയും ചെയ്യുന്നുണ്ട്. ചവറെടുത്ത് ഇങ്ങനെ തൂത്ത് വീണ്ടും ഇടുന്നുണ്ട്. ആ സമയത്താണ് ശരിക്കും ഷാനവാസ് ഒരു വാക്ക് പറയണത്, എത്ര തൂത്താലും പോവാത്ത കുറേ വേസ്റ്റുകളെന്ന്. അപ്പോൾ അതിൽ തൂക്കി പിടിച്ചുകൊണ്ട് വീണ്ടും റിയാസ് വരികയാണ്. ആദിലയല്ലേ നീ ഉദ്ദേശിച്ചത്? ആദിലെ തന്നെയാണ് ഉദ്ദേശിച്ചത്, അയാളെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്. നിന്നെപ്പോലൊരു വേസ്റ്റ് ഞാൻ സഹിച്ചില്ല ഇത്രയും കാലം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്ക് ആദിലെ എന്താണെന്ന് ഷാനവാസിന് പൂർണ്ണ ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. പിന്നെ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം റിയാസ് എടുത്തെടുത്ത് പറഞ്ഞ് ഷാനവാസിനെ എങ്ങനെയാണ് ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതൊന്നുമല്ല, നടന്നു പോകുമ്പോൾ ദേഹത്ത് തട്ടി എന്നതിനപ്പുറം ഷാനവാസിനെ അടിക്കാനൊന്നും പോയിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്. അക്ബറിനെ അടിക്കാനൊന്നും ഷാനവാസ് പോയിട്ടില്ല. അപ്പോൾ അത് ചുമ്മാ നോണ പറയുന്നുണ്ട്. ഇവറ്റുകൾ അങ്ങനെയാണ്, ചെറിയ കാര്യങ്ങൾ പോലും വളരെ വലുതാക്കി കാണിച്ച് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന വിഭാഗമാണെന്നുള്ള തെളിവാണ് ഇന്നത്തെ ആ ഒരു പെർഫോമൻസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഇരുന്നൊരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിൻ്റെ ആ ഒരു സെക്ഷനിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കൂടെ പിന്നെ ഷാനവാസ് പറയുന്നത്, എൻ്റെ വരവിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല, അത്രയൊന്നും ഞാൻ എടുത്ത് പറയാനും ഉദ്ദേശിക്കുന്നില്ല. അതായത് റിയാസൊക്കെ വിചാരിച്ചത് നമ്മൾ ഓഡിയൻസ് മാത്രമാണ് കേൾക്കുന്നത്, അല്ല അവിടെ ഉള്ളവരും അത് വാച്ച് ചെയ്യുന്നുണ്ടെന്നതിൻ്റെ തെളിവാണത്. പക്ഷേ ഷാനവാസ് അത് ഇന്നലെ പ്രതികരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായിരുന്നേനെ. ഷാനവാസ് വൈകിപ്പോയി, എന്നാലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചപ്പോൾ സൂപ്പർ. അനീഷും അങ്ങനെ തന്നെയാണ്, പെർഫോമൻസ് വരാൻ ലേറ്റ് ആവും, ഓൺ ടൈമിൽ വന്നിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. അതൊരു മിസ്റ്റേക്കാണ്. ആൻഡ് അഭിലാഷ് വന്നിട്ട് ഒരു വർത്തമാനം പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തത് മുഴുക സൂപ്പറാണ്, ഡൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. അഭിലാഷ് ജിസേലിനെ ഇരുത്തുന്നത്, ഇരിയടി എവിടാ, മിണ്ടായിരിയടി എവിടാ, അതെനിക്ക് അങ്ങ് സുഖിച്ചു. സാധാരണ എനിക്ക് പെണ്ണുങ്ങളെ ഇടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അഭിലാഷ് ഒന്ന് കൊട്ടുക്കുന്നത് കണ്ടപ്പം സൂപ്പർ. അതിൻ്റെ കൂടെ ലക്ഷ്മിക്കിട്ട് കൊടുക്കാം, ഇനി ഓടി എവിടെ നിന്ന്, രണ്ടിനും വേണ്ടതായിരുന്നു. ഒത്തിരി ഇമ്മിണിയൊന്നുമില്ല കിടന്ന് ഇളകിയത്, രണ്ടിനും നല്ലപോലെ കിട്ടി അഭിലാഷിൻ്റെ കയ്യിൽ നിന്ന്. ടെറർ ആൻഡ് ടെറിഫിക്. പിന്നെ സ്റ്റാറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ അധികം സ്റ്റാർ കൂടുതൽ കിട്ടിയിരിക്കുന്ന അക്ബറിൻ്റെ ഷാനവാസിൻ്റെ കയ്യിലും ജിസേലിൻ്റെ കയ്യിലുമാണ്. അതിലൊരാളെ ചൂസ് ചെയ്യുന്നു, എല്ലാവരും കൂടെ ചേർന്ന് ജിസേലിനെ ചൂസ് ചെയ്യുന്നു. അക്ബർ സ്റ്റാർ തിരിച്ചു കൊടുക്കൂല എന്ന് വാശിക്ക് തന്നെ പറയുന്നുണ്ട്. അയാളെ പിരിച്ചു വിട്ടിരിക്കുന്നു. അയാളെ പിരിച്ചു വിട്ടത് കൊണ്ട് അയാൾക്ക് ഒരു പിണ്ണാക്കും ഇല്ല. പോട്ടെന്ന് വയ്ക്കണം, ഒരു ദിവസത്തെ ഇതല്ലേ, പോട്ടെ. ഈ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീഗ്രേഡിങ് ഉണ്ട്. അതായത് ഇപ്പോൾ രണയും സാബുമോനെയാണ് ഏറ്റവും കുറഞ്ഞ സ്റ്റാർ കിട്ടിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സാബുമോനാണ് അവിടെ ഏറ്റവും കൂടിയ സ്റ്റാർ കിട്ടേണ്ടിയിരുന്നത് എന്നുള്ളത് വ്യക്തം. എനിവേ അയാൾ ജയിലിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരും. എൻ്റെ റീസൺ മറ്റൊന്നുമില്ല, അത്രയും നേരം വെളിയിലൊക്കെ നിന്ന് കഷ്ടപ്പെട്ടതായതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി അങ്ങോട്ട് വിടണ്ടെന്നുള്ളത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ടാസ്ക് പെർഫോം ചെയ്തു എന്നതിനപ്പുറം സാബുമോ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സാധുവാണെന്ന് തോന്നുന്നു. രണയ്ക്കാണ് എല്ലാവരും പണി കൊടുത്തത്. രണ ജയിലിലേക്ക് പോകും. ജയിൽ നോമിനേഷനിലേക്ക് അവർ, ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ജിസേലുമായിട്ടുണ്ട്. ജിസേല്, ആദില, ഒനിൽ, ഇവർ 3 പേരുമാണ് വരുന്നത്. റിയാസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഷാനവാസിനിട്ട് കൊട്ടാൻ, നടക്കുന്നില്ല. ഷാനവാസ് നന്നായി പെർഫോം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. സോ ടാസ്ക് കഴിഞ്ഞു, റിയാസ് പുറത്തേക്ക് പോകുന്നുണ്ട്. പോകാൻ നേരത്തുള്ള ഒരു വൾഗർ പെർഫോമൻസ് നമ്മൾ കണ്ടായിരുന്നു. ഏതായാലും കൊള്ളാം, കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് നടന്ന ഒരു ഫൈറ്റും കൂടെ എടുത്ത് പറയണം. നവീൻ ഈ ഒരു പെർഫോമൻസ് ഒക്കെ നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്, ആദിലയുമായിട്ടുള്ള ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് നവീൻ ഷാനവാസായിട്ടൊന്ന് ഒരുക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാടാ, നീ ചെയ്ത വൃത്തികേടിൻ്റെ അത്രയും വൃത്തികേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ ചെയ്ത വൃത്തികേട് എന്താണെന്ന് പറയടാ എന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത വൃത്തികേട് എന്താണെന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് നവീൻ വന്ന് ഷാനവാസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഷാനവാസ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. നിന്റെ കൂടെ നടന്ന് നിന്നെ ഇങ്ങനെ മൂപ്പിച്ച് വിടുന്ന അവളാണ് ഇത്
പറഞ്ഞു തന്നു. അതായത് ആദിലയാണ് ആദ്യമായിട്ട് നെവിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്തത്. ആദിലയും നൂറയും കിടക്കുന്നതിൻ്റെ ഇടയിൽ കയറി നെവിൻ കിടന്നു എന്നുള്ളതാണ് ആദില പരാതി പറഞ്ഞത്. അയാളുടെ ടച്ച് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകും, ജിസേലുമായിട്ട് ഒരു ഇരിപ്പിരിക്കുന്നതിൽ ഒരു തൊടലുണ്ട്. അങ്ങനെ ഒരു ബാഡ് ടച്ച് ഉണ്ട്. ജിസേൽ അത് പറയാൻ പോകുന്നില്ല, കാരണം അവൾക്കത് യൂസ്ഡാണ്, അവൾക്കത് ഇഷ്ടവുമാണ്. പക്ഷെ ആദില പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ ആദില പിൻവാങ്ങും, അത് ഉറപ്പാണ്. കാരണം ഒരു തന്തയില്ലാത്ത സ്വഭാവമാണ് ആ പെണ്ണിന്, അത് മാറും. പക്ഷേ ഷാനവാസ് ഉറച്ചു നിൽക്കും. ഇനി ഷാനവാസിനെ പുറത്താക്കില്ലെന്ന് എനിക്കറിയത്തില്ല. ഷാനവാസിന് കുറച്ച് ഫയറിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നല്ല കിട്ടുമായിരിക്കും. പക്ഷെ എന്നാലും ഷാനവാസ് ഔട്ടാവാൻ ചാൻസ് ഇല്ല. കാരണം പ്രേക്ഷകർ ഷാനവാസിൻ്റെ ഒപ്പം നിൽക്കാനാണ് സാധ്യത എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ ഷാനവാസിനാണ് എപ്പോഴും വോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഷാനവാസ് അവിടെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അനുമോള് ഷാനവാസിൻ്റെ അടുത്ത് ഷാനവാസിനെ ചൂസ് ചെയ്തതിന് അവളെ ടാർഗറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അതായത് ഇതിന് ശേഷം പിന്നെ ഈ 4 സ്റ്റാർ കിട്ടിയത് കൊണ്ട് ഏത് രീതിയിൽ ആരെങ്കിലും ചൂസ് ചെയ്യാൻ പറയും. ഈ ലക്ഷറി ബഡ്ജറ്റ് ഉണ്ടല്ലോ, സാധനം എടുക്കാൻ പോകുന്നതിന് വേണമോ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്കോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് അനുമോള് ചൂസ് ചെയ്യുന്നത് ഷാനവാസിനെയാണ്, അനീഷ് ചൂസ് ചെയ്യുന്നത് ഷാനവാസിനെയാണ്. അപ്പോൾ ജിഷിനും ചൂസ് ചെയ്യുന്നത് ഷാനവാസിനെയാണ്. അപ്പോൾ അനുമോളെ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ നീ ഞങ്ങൾക്കെതിരാണോ എന്ന്. അതായത് അനുമോൾക്ക് എതിര് തന്നെയാണ്, അതെനിക്ക് ഉറപ്പാണ് അനുമോൾ എതിരാണ്. പക്ഷേ അനുമോളെ കൊണ്ട് അത് അവിടെ പറയിച്ചാൽ അനുമോൾക്ക് കൂടുതൽ ഇത് കിട്ടുമെന്ന് ആ മണ്ടി വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് കൂടുതൽ ഇടി കിട്ടും ഇത് പുറത്തറിഞ്ഞാൽ എന്നുള്ളതാണ് അവൾ വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അവൾ പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയും കവറപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പേടി തോന്നും. കാരണം അനുമോൾ പേടിച്ചിട്ടാണ് ഉള്ളത്. അനുമോൾക്ക് ആ ടാർഗറ്റ് പയ്യ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഓൾ ടോട്ടൽ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര സൂപ്പറായിരുന്നു, കാണേണ്ടതാണ്, മിസ് ചെയ്യരുത്, നിങ്ങൾ പോയി കാണുക. ഇത്രയാണ് അതിനകത്ത് നടന്ന വിവരം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, നെവിൻ വിചാരിക്കുന്നത് LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ വന്നു, ഇവരെയൊക്കെ ബിഗ് ബോസ് കൊണ്ടുവന്നത് കൊണ്ട് ഞങ്ങളൊക്കെ ഭയങ്കര അനുകൂലമാണെന്ന്. എന്നാൽ തെറ്റാണ്. കാരണം നാദിറ മെഹറിൻ കൊണ്ടുവന്ന ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങളെല്ലാവരോട് ചേർന്ന് നശിപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, കാരണം ഞാൻ ഈ ഷോ മിക്കവാറും ഒക്കെ കാണുന്നതാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നാദിറ മെഹറിൻ ത്രൂ നിങ്ങൾക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് പൊതുസമൂഹത്തിൽ അത് ഇല്ലാണ്ടാക്കാൻ ഈ നാറികളെ കൊണ്ട് സാധിച്ചു എന്ന് മാത്രമാണ് ആകെ മൊത്തത്തിൽ മനസ്സിലായ ഒരു കാര്യം. ഈ ഒരു എപ്പിസോഡ് അതിന് ശരിക്കുള്ള തെളിവാണ്, അണ്ണാക്കി തന്നിട്ടുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നീ പിന്നെ ഇവനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസ് ഇരുന്ന് എന്തോ ഒരു ഗോഷ്ടി കാണിക്കുന്നുണ്ട്. ആ ഗോഷ്ടി കണ്ടപ്പോൾ ഇവൻ വന്ന് റിയാസ് ഇരുന്നുകൊണ്ട് പറയുന്നത്, നീ ചീപ്പ് സീരിയൽ പ്ലെയർ പോലെ കളിക്കല്ലേ എന്ന് പറയുമ്പോൾ ബിന്നി എത്ര വലിയ കുത്തിത്തിരിപ്പുകാരിയാണെങ്കിൽ ആ സമയത്ത് ഒന്നൊരു റിയാക്ഷൻ പറയും, സീരിയലിനെ പറ്റി അങ്ങനെ പറയരുത്, ഞങ്ങളും ഒക്കെ സീരിയൽ ആക്ടേഴ്സാണ്, ഞങ്ങൾക്ക് അത് കേൾക്കാനൊക്കത്തില്ല, ചീപ്പെന്ന് പറയും. അപ്പം ഒരു സമർത്ഥനം പോലെ റിയാസ് പറയുന്നുണ്ട് ചീപ്പ് സീരിയലും ഉണ്ടെന്ന്. അങ്ങനെയൊന്നും പറയണ്ട, അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ചീപ്പ് ആൾക്കാരും ഉണ്ട്. ഇപ്പം ഷാനവാസ് സോറി പറയണമെന്ന് ലക്ഷ്മി എന്താ അടിസ്ഥാനത്തിൽ പറയും, ചീപ്പ് ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടല്ലേ പാലത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നത് സെക്സ് വർക്കിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കിടയിലും ചീപ്പുണ്ട്, അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് പറയരുത് എന്നുള്ളത് ആ ഒരു ഭാഗം എനിക്ക് ബിന്നിയെ ഇഷ്ടപ്പെട്ടു, നന്നായി സൂപ്പറായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഇതൊന്നും പോരാതെ ബിന്നി കുത്തിത്തിരിപ്പുകാരി പോയി നെവീൻ്റെ അടുത്തിരുന്ന് കാര്യം കേൾക്കുന്നുണ്ട്. കാരണം ബിന്നിയോടാണ് പറയുന്നത് ആദില നൂറ വിഷയം. ഞാനും അപ്പോഴാണ് മനസ്സിലാക്കി, എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ആരായിരുന്നു നെവീൻ ഇതിനു മുമ്പ് ഡിസ്റ്റർബ് ചെയ്ത ആളെന്നുള്ളത്. അപ്പോൾ ആദിലയാണ് അത് എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയിട്ട് ഈ ട്രാൻസ് വിഭാഗത്തിൻ്റെ ആ ഒരു ഇത് അക്സെപ്റ്റൻസ് കിട്ടാതിരിക്കും, നെവീന് കിട്ടാതിരിക്കാൻ ആദില നന്നായി കളിക്കുക മാത്രമല്ല ആദില വെറും കുത്തിത്തിരിപ്പുകാരിയാണെന്ന് തെളിയാനും ഈ എപ്പിസോഡ് ഉപകരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടാസ്ക്, ഈ ഹോട്ടൽ ടാസ്ക്, ശരിക്കും ആദില എന്ന വിഷത്തിൻ്റെ മുഖം പബ്ലിക്കിലേക്ക് വളരെ നന്നായി ഓപ്പൺ അപ്പ് ആയി എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും കമൻറ്റ് എഴുതിയിടണം, എന്നാലേ എനിക്കത് കൃത്യമായി എന്തെങ്കിലും എന്നിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ലൈക്കും ഷെയറും തരണം. നന്ദി.